എന്താണ് സംഭവിച്ചത്? She repeatedly called me Lungiwala, Lungiwala. അതെ, മിനിസ്റ്റർ പറയട്ടെ, റിജിജു പറയട്ടെ. അതായത് മെമ്പർ ക്ഷമ പറയാൻ തയ്യാറാണ് എന്ന്. അങ്ങനെ സുസ്മിത ദേവ് ക്ഷമ പറഞ്ഞു. നമസ്കാരം. പാർലമെന്റിൽ കണ്ട ഒരു അസാധാരണ കാഴ്ചയിൽ നിന്ന് തുടങ്ങാം. എന്താണ് വിഷയം എന്ന് പറയുന്നതിന് മുന്നേ ഈ കാഴ്ച നമ്മൾ കാണണം. മല്ലികാർജുൻ ഖാർഗെ മുതൽ ജോൺ ബ്രിട്ടാസും ജബി മേത്തറും റഹീം വരെ മുണ്ടും കേരള വസ്ത്രങ്ങളും ഉടുത്ത് രംഗത്തെത്തിയ കഥ. തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗങ്ങൾ വരെ മുണ്ടുടുത്ത് രംഗത്തെത്തി. എന്താ സംഭവം? ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമനോട് ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ BJP MP സുസ്മിത ദേവ് അദ്ദേഹത്തെ ലുങ്കിവാല എന്ന് വിളിച്ച് പരിഹസിച്ചു. ഈ കാര്യത്തിലുള്ള പ്രതിഷേധം പാർലമെന്റ് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം അറിയിച്ചു. സഭ ആരംഭിച്ചപ്പോൾ തന്നെ ജോൺ ബ്രിട്ടാസ് തന്റെ പ്രശ്നം അവതരിപ്പിച്ചു. Sir, it is with a heavy heart I raise this matter because it's a question of the garima of this house, prestige and honor, and it's a bipartisan issue. ഇതൊരു പാർട്ടി പ്രശ്നമല്ല. I'm a proud Indian, South Indian, and of course a proud Malayali, sir. There is no South Indian, North Indian. What is the problem, you tell me? എന്താണ് സംഭവിച്ചത് എന്നുകൂടി ജോൺ ബ്രിട്ടാസ് വിശദീകരിച്ചു. I cherish every moment being a Malayali, our language, culture, cuisine, and of course the attire, sir. Our constitution celebrates our diversity. Sir, if you ask me when I am leaving this house, which can happen very soon, what is the takeaway from this house? I would certainly say that the biggest takeaway would be this sterling diversity which holds the unity of this nation in a unique way. അതായത് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്തെ ഒരു അംഗം, പേര് പറഞ്ഞില്ല ജോൺ ബ്രിട്ടാസ്, തന്നെ നിരന്തരമായി ശല്യപ്പെടുത്തി. So the other day, a honorable member who I hold in high esteem, let me just say, that member came here and was disturbing me when I was fulfilling my obligation as a mover of a statutory resolution. ഇത് കേട്ടതോടെ ഭരണപക്ഷം ഒന്നാകെ ബഹളം വെച്ചു. Sir, please take your seat. I am coming back. Please. I am coming back. ചെയർ CP രാധാകൃഷ്ണൻ എന്ത് പറ്റി? മൂപ്പര് കടുത്ത നിലപാടിലാണല്ലോ. BJP കുരുക്കോ? എന്തായാലും ജോൺ ബ്രിട്ടാസിന്റെ പ്രശ്നം ഉന്നയിച്ച സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കി. Sir, the verbal duel is okay, we fight each other. But she repeatedly called me Lungiwala, Lungiwala. I will make my observation. Everybody should take their seat. അതായത് ഈ വിഷയത്തിൽ ചെയർ കാര്യമായി എന്തോ റൂളിംഗ് ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന്. RMJ, you please take your seat. Let me make my observation. സംഭവം കൈവിടും എന്ന് ഭരണപക്ഷത്തിന് മനസ്സിലായി. I am making my observation. Now you please take your seat. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഞങ്ങൾക്ക് അങ്ങനെ വിവേചനമൊന്നുമില്ല എന്ന് വിശദീകരിച്ചു. In this August House, every honorable member is equal. We are all equal Indians. Please take your seat. റിജിജുവിന്റെ ന്യായീകരണം പ്രതിപക്ഷത്തിന് ദഹിച്ചില്ല. അവർ കടുത്ത പ്രതിഷേധം ഉയർത്തിക്കൊണ്ടേയിരുന്നു. No, you please take your seat. Let the minister answer to it. Then you can have. Yes, sir. അതെ, മിനിസ്റ്റർ പറയട്ടെ, റിജിജു പറയട്ടെ. I would like to request honorable chairman to call the member to your chamber and listen what happened, because I have not witness to whatever honorable member John. Nobody is witness, but we have to take that. അതായത് റിജിജുവിന് കാര്യം മനസ്സിലായി. ലുങ്കിവാല എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പൊതുവെ സൗത്ത് ഇന്ത്യക്കാരെ പരിഹസിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പദമാണ് എന്നും സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കയറാൻ വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മൊത്തത്തിൽ ഉള്ളിലിരിപ്പ് അറിയാതെ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പം ആളുകളുടെ ഇടയിൽ തിരിച്ചടി ഉണ്ടാവും എന്നൊക്കെ റിജിജുവിന് മനസ്സിലായി. അതോടെ മൂപ്പര് ചെയറിനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും അവിടെ ചേംബറിലൊക്കെ വിളിച്ചിട്ട് ഇത് നൈസായിട്ടൊന്ന് ഒതുക്കി തീർക്കണം എന്ന മട്ടിൽ ഒരു വർത്താനം. My request is you can call the concerned person, the honorable member, and hear them out, and whatever you decide. Yes. എന്നാൽ ചെയർ അതിനു മുമ്പ് തന്നെ ഒരു റൂളിംഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റിജിജുവിനെയും സംഘത്തെയും അങ്ങനെ അങ്ങ് രക്ഷിച്ചെടുക്കാൻ മൂപ്പര് ഉദ്ദേശിച്ചിട്ടില്ല. ലേശം ഒന്ന് കൈവിട്ട അവസ്ഥയിലാണ്. മൂപ്പര് റൂളിംഗ് അങ്ങ് വായിച്ചു. Honorable members, certain instances have come to my notice regarding discourteous and undignified comments being made by members interrupting the speech of other members in the house. I would advise that honorable members should be very careful not to hurt the sentiments and the feelings of fellow members. Our culture is unique
our culture. No. Why you are shouting? Why you are shouting? Why you are shouting? No. I'm not going to allow you. Please take your seat. Let me complete my observation. You don't have the patience. I would advise the honorable members should be careful not to hurt the sentiments of the feelings of fellow members. Please take your seat, and you please take your seat. You are inducing the new member to shout. This is the way you want to. When I am making my observation, after my observation you can raise your hand so that I can give you the opportunity. I would advise the honorable members should be careful not to hurt the sentiments and the feelings of fellow members. Our culture is unique and it is inclusive of diverse regional cultures. അതായത് ലുങ്കിവാല എന്നല്ല ഒരു പ്രയോഗവും റീജിയണൽ കൾച്ചറിനെ കളങ്കപ്പെടുത്തുന്ന ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രയോഗവും രാജ്യസഭയിൽ പാടില്ല എന്നും CP രാധാകൃഷ്ണൻ പറഞ്ഞു. There should be no disrespect to the cultural traditions and the regional identities of our colleagues. എന്നിട്ട് ചേംബറിൽ വന്ന് സംസാരിക്കാൻ ഒരു ഓപ്ഷൻ കൂടി, എന്നിട്ട് ചേംബറിൽ വന്ന് പരസ്പരം സംസാരിക്കാനുള്ള ഒരു സാധ്യത കൂടി ചെയർ മുന്നോട്ട് വെച്ചു. പക്ഷെ പ്രതിപക്ഷം അതിനൊന്നും വഴങ്ങിയില്ല. പ്രതിഷേധം കനപ്പിച്ചു. ഒടുവിൽ റിജിജു തന്നെ ബ്രിട്ടാസിനോട് പറഞ്ഞു, Honorable Member John Brittas, she is making allegation against one of the member. The propriety of the house demands that both members should be heard. അതായത് മെമ്പർ ക്ഷമ പറയാൻ തയ്യാറാണ് എന്ന്. Both the members should be heard because Honorable Member John Brittas' statement has been put on record. വനിതാ അംഗങ്ങളെ എല്ലാം റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. We are for the unity of the nation. We don't want any kind of discrimination, any kind of disparaging remarks. Only request is one side of the story should not go. ഞങ്ങൾ ആ ടൈപ്പേ അല്ല എന്ന് അവർ വിശദീകരിച്ചു. Certainly, we respect every attire of every state, and we respect. We don't call it lungi; it is dhoti, and we respect it, and we don't subscribe to such statements. സുഷ്മിത ദേവ് ക്ഷമ പറയാൻ റെഡിയാണ്. പക്ഷെ പ്രതിപക്ഷം പ്രതിഷേധം കനപ്പിച്ചു. ചേംബറിലേക്കൊന്നും പോകാനും അവർ തയ്യാറായില്ല. തൽക്കാലം സഭ നിർത്തിവെച്ചു. What Sushmita Dev has to say, that should be also brought on record, and so please allow Sushmita Dev to speak. അങ്ങനെ വീണ്ടും സഭ ചേർന്നു. അങ്ങനെ സുസ്മിത ദേവ് ക്ഷമ പറഞ്ഞു. Honorable member Mr. Brittas raised that, and I would like to tell him that I have known him for very long, and if he feels that I need to approach him and say something, sir, I'll be more than happy. And I love the people of Kerala, Northeast, Karnataka, and today there's a very important bill on the name of the state. അപ്പോൾ എല്ലാം ക്ലിയർ ആയല്ലോ. ലുങ്കിവാല ബ്രിട്ടാസിന് വ്യക്തിപരമായ അപമാനത്തിനപ്പുറത്ത് അത് സൗത്ത് ഇന്ത്യക്ക് എതിരായിട്ടുള്ള ഒരു അപമാന പ്രസ്താവന കൂടിയാണ് എന്ന് ആ പറഞ്ഞ ആളും തിരിച്ചറിഞ്ഞതുകൊണ്ട് മൊത്തത്തിൽ സമാധാനത്തിൽ കാര്യങ്ങൾ തീർന്നു. നന്ദി, നമസ്കാരം.